ഒരിക്കൽ വേട്ടയ്ക്കിറങ്ങിയ പരമശിവൻ കൂളിവാക എന്ന ആദിവാസി സ്ത്രീയിൽ അനുരക്തനായി. കൂളിവാക ഭയന്ന പാർവതീദേവിയെ പ്രാർത്ഥിച്ചു. മുൻജന്മത്തിൽ ഗണപതിയെ മുലയൂട്ടിയതിന് ശാപം കിട്ടി കൂളിവാകയായി ജനിച്ചതാണെന്നും ഈ ജന്മത്തിൽ ശിവപുത്രനെ മുലയൂട്ടാൻ ഭാഗ്യമുണ്ടാകുമെന്ന് അനുഗ്രഹം കിട്ടിയ കാര്യവും ഓർമ്മിപ്പിച്ച് പാർവതി അവളെ ആശ്വസിപ്പിച്ചു. തുടർന്ന് പാർവതി കൂളിവാകയുടെ രൂപം സ്വീകരിച്ച് ശിവനുമായി ഒന്നിക്കുകയും ആ സംഗമത്തിൽ ജനിച്ച 400 കുട്ടികളെ പാർവതി കൂളിവാകയുടെ സംരക്ഷണത്തിനായി ഏൽപ്പിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. ഇവരിൽ മൂത്ത കുട്ടിയാണ് കരിങ്കുട്ടി. ഈ കുട്ടിയെ കരിങ്കുട്ടിച്ചാത്തൻ എന്ന് വിളിക്കുന്നു. പറക്കുട്ടി, അറുകൊല, കറുത്തച്ഛൻ, മൂക്കൻ, കാപ്പിരിമുത്തപ്പൻ, കുരുടി, കരിങ്കണ്ണൻ എന്നിങ്ങനെ അനേകം ചാത്തന്മാരുണ്ട് എന്നാണ് വിശ്വാസം. ഇവരിൽ ഏറ്റവും ഇളയവനായ ചാത്തനാണ് വിഷ്ണുമായ. തങ്ങളുടെ മാതാപിതാക്കളെക്കുറിച്ച് അറിവില്ലാതെ വളർന്ന കുട്ടിയെ നാരദമുനി കൈലാസത്തിൽ പോകാൻ ഉപദേശിച്ചു. അവിടെ വെച്ച് നന്ദികേശൻ തടഞ്ഞപ്പോൾ ഇളയവനായ ചാത്തൻ മഹാവിഷ്ണുവിന്റെ രൂപം സ്വീകരിച്ച് ശിവനെ കാണുകയും അനുഗ്രഹം നേടുകയും ചെയ്തു. വിഷ്ണുവിന്റെ മായാരൂപം സ്വീകരിച്ചതുകൊണ്ട് ശിവൻ അവന് വിഷ്ണുമായ എന്നു പേര് നൽകി. പിന്നീട് 3 ലോകങ്ങളെയും കീഴടക്കിയ ജലന്ധരനെ വിഷ്ണുമായ സുദർശനചക്രത്തിന്റെ രൂപത്തിൽ പിന്തുടർന്നു വധിച്ചു. ഈ വീരകൃത്യത്തിൽ സന്തോഷിച്ച ദേവന്മാർ വിഷ്ണുമായയെ സ്വർഗ്ഗത്തിലേക്ക് ക്ഷണിച്ചെങ്കിലും തന്റെ ഗോത്രവർഗ്ഗക്കാർക്കൊപ്പം ജീവിക്കാനാണ് ഇഷ്ടമെന്നു പറഞ്ഞ് അവൻ തിരികെ വന്നു. ഒരിക്കൽ കൂളിവാകയെ സ്വന്തമാക്കാൻ ശ്രമിച്ച ഭൃഗാസുരനുമായി ചാത്തന്മാർ യുദ്ധം ചെയ്തു. യുദ്ധത്തിൽ ഭൃഗാസുരൻ പ്രയോഗിച്ച 10 ബ്രഹ്മാസ്ത്രങ്ങൾ വിഴുങ്ങി 10 ചാത്തന്മാർ ആത്മാഹുതി നടത്തി. ശേഷിച്ച 390 ചാത്തന്മാർ ചേർന്ന് ഭൃഗാസുരനെ വധിച്ചുകൊണ്ട് തങ്ങളുടെ വളർത്തമ്മയെ സംരക്ഷിച്ചു എന്നാണ് ഐതിഹ്യം. ഇതുപോലെയുള്ള കഥകൾ കേൾക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.